ഇവിടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച EMS മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കാം. ഈ കെട്ടിടം നിർമ്മിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും മലപ്പുറം ജില്ല രൂപീകൃതമായതിനു ശേഷം എങ്ങനെയൊക്കെ CPIM ഇവിടെ പ്രവർത്തിച്ചു വന്നു, ജില്ലാ കമ്മിറ്റിയുടെ സാരഥികളാരായിരുന്നു എന്നെല്ലാം ഉള്ളത് സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. CPIM നമ്മുടെ രാജ്യത്തെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാർട്ടിയാണ്. കേരളത്തിൻ്റെ വളർച്ചയിലും ഇന്ന് കേരളം എത്തി നിൽക്കുന്ന അവസ്ഥക്കും ഒരു പാർട്ടി എന്ന നിലയിൽ CPIM വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവുന്നില്ല. എല്ലാ കാലത്തും കടുത്ത രീതിയിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്ന പാർട്ടിയാണ് CPIM. ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ചാണ് CPIM വളർന്നു വന്നത്. കേരളത്തിൻ്റെ അനുഭവമെടുത്താൽ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് എതിരാളികളെ സ്തബ്ധരാക്കിക്കൊണ്ട് വളർന്നു വന്ന പാർട്ടിയായാണ് CPIM-നെ കാണാൻ കഴിയുക. എതിർപ്പുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. എന്നാൽ മലപ്പുറം ജില്ലയിലും CPIM കാലാനുസൃതമായി ക്രമാനുഗതമായി കരുത്താർജിച്ചു വന്നു എന്നതാണ് നമ്മുടെ അനുഭവം. എന്തുകൊണ്ടാണ് ജനങ്ങൾ CPIM-നെ ഇത്തരത്തിൽ അംഗീകരിക്കുന്നതും പിന്താങ്ങുന്നതും? അത് നിലപാടുകളിലെ വ്യക്തത തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള കാര്യത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ദേശീയ തലത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ലോകത്താകെ നടക്കുന്ന സംഭവങ്ങളിൽ തീർച്ചമൂർച്ചയുള്ള നിലപാട് CPIM-നുണ്ട്. അതാണ് ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ CPIM-നെ ഏറ്റവും കരുത്തുള്ള പാർട്ടിയാക്കി മാറ്റുന്നത്.